പുറത്ത് പോയി വരുന്ന വഴിക്ക് മീൻ വിൽക്കുന്ന കണ്ടേ. അപ്പോൾ കുറച്ച് മീൻ വാങ്ങി വീട്ടിൽ വന്നു. പച്ച മീനായതുകൊണ്ടാണ് വാങ്ങിയത്. വന്ന ഉടനെ തന്നെ ഞാൻ മീനെല്ലാം ചട്ടിയിലിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കരുതി വെച്ചതാണ്. അല്പം ഇരുന്നിട്ടാകാൻ ബാക്കിയൊക്കെ എന്ന് കരുതി ഇരിപ്പ് അവസാനം കിടപ്പായി ഉറങ്ങിപ്പോയി. എപ്പോഴോ ചാടി എഴുന്നേറ്റ് നോക്കുമ്പം മീൻ ഇവിടുത്തെ ചൂടിൽ പച്ച മീനൊക്കെ അങ്ങ് പഴുത്തുപോയി എന്ന് വേണം കരുതാൻ. എനിക്ക് പറ്റിയ അബദ്ധം വെളി പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഞാൻ അതിനെയൊക്കെ വെട്ടി തേച്ച് കഴുകി തൊലിയൊക്കെ പൊളിച്ച് ദീപരുവത്തിലെടുത്ത്. ഈ മീനെ ഞങ്ങളൊക്കെ കണ്ണിയയില എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്നൊന്ന് പറയുമോ? അയില പോലെ ഇരിക്കും, പക്ഷേ അയിലയുടെ അത്രയും സോഫ്റ്റ് അല്ല കേട്ടോ എൻ്റെ ഫ്ലഷൊക്കെ. പിന്നെ കണ്ണൊക്കെ ഒരിത്തിരി വലുതാണ്, അതുകൊണ്ടാണ് തോന്നുന്നു കണ്ണി അയില എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഞാൻ എല്ലാം വറുക്കാനെടുക്കുന്നില്ല, 2-3 വറുക്കാനെടുക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, എനിക്കായിട്ട് ഞാനിപ്പം ഇവിടെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. മീൻ വറുക്കാനായിട്ട് ഒരു അടിപൊളി സൂപ്പർ മസാല ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചിട്ട് പിന്നീട് മീൻ വറുക്കുമ്പം കുറേശ്ശെ എടുക്കുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറയാം, മടി പിടിക്കും. ഇതിനായി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതായത് ഇറച്ചി മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പെരിഞ്ജീരകം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിൽ കറക്കി നല്ല വൃത്തിയായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ ആ മസാലപ്പൊടി ഉണ്ടല്ലോ ഇപ്പോൾ പൊടിച്ച് വെച്ചത്, അതും അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ ഒരു അരമുറി നാരങ്ങാനീര് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതും കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നല്ലതുപോലെ ഞെവിടി നമുക്കിതിനകത്ത് പെരണ്ടിരിക്കണം. മീനകത്ത് പെരണ്ട് നല്ലതുപോലെ ഇരിക്കണം. ആ പരുവത്തിലുള്ള കലക്ക് മതി. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കലക്കാം കേട്ടോ. അതായത് പുരട്ടി നല്ല കുറുക്കിയെടുക്കാം. ഇനി മീനെല്ലാം കൂടെ നമ്മൾ ആ 4 മീനെയും ഇതേപോലെ ഇങ്ങനെ നല്ലതുപോലെ മസാല പുരട്ടിയെടുക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വറുക്കുമ്പോഴേ തന്നെ ഇങ്ങനെ മണം ഇങ്ങനെ ഇങ്ങനെ പരക്കും. ഇത് നമുക്ക് ഇപ്പം തന്നെ വറുക്കണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ വറുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രീസറിലല്ല, അതായത് ഫ്രീസറിൻ്റെ ബോക്സിൻ്റെ തൊട്ട് താഴെയുള്ള തട്ടിലെടുത്ത് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഇത്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് വെക്കണം. ഞാനിപ്പം നേരമില്ല, ഒരുപാട് രാത്രി ആയിപ്പോയത് കൊണ്ട് അധികം നേരമൊന്നും പുരട്ടി വെക്കുന്നില്ല, അപ്പം തന്നെ വറുത്തെടുക്കുവാണ്. ഈ മീൻ മസാല ഉണ്ടല്ലോ, പെരിഞ്ജീരകവും കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും, ഇത്രയും സാധനം മതി. ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ, കാരണം അത്ര ടേസ്റ്റാണ്. ഞാനിവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ മീൻ വറുത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വറുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, ചേച്ചി ഇതിലെന്താണ് പുരട്ടിയേക്കുന്നത്, ഈ മസാല എങ്ങനെ തയ്യാറാക്കിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കും. എന്തായാലും ഞാൻ ഒരുപാട് എന്നെ തന്നെ പുകഴ്ത്തി പൊക്കി പറയുമല്ല, ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയൊന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്വല്പം, അതായത് കുറച്ച് നമ്മുടെ കയ്യിൽ പൊടിച്ചിരിക്കുന്ന പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ തയ്യാറാക്കിയെടുത്താലും മതി. നല്ലതുപോലെ പൊടിച്ച കുരുമുളകും പെരിഞ്ജീരകവും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നാരങ്ങാനീര് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അതും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ പുരട്ടി ഒരു 10-20 മിനിറ്റ് എങ്കിലും കരുതി മാറ്റി വെച്ചതിന് ശേഷം വേണം വറുക്കാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ മീനെയൊക്കെ പെറുക്കി വെക്കാം കേട്ടോ. എന്നിട്ട് മീനെല്ലാം ചെറിയ തീയിലിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പം എല്ലാവർക്കും അറിയാം, പിന്നെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കും. ഇടയ്ക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലതാണ്, നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലിങ്ങനെ നമുക്കിങ്ങനെ കിട്ടും. ഞാനിപ്പോൾ പറയുമ്പോഴേ നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ നമ്മുടെ അമ്മക്കൂട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെറിയ വീഡിയോസൊക്കെ അല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മിച്ചം വന്ന മസാല ഞാൻ ഇതിവിടെ കുപ്പിക്കകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മീൻ വറുക്കാൻ നേരത്ത് നമുക്ക് ആവശ്യം എത്രയാണോ വേണ്ടത് അത്രയും എടുത്ത് നമുക്ക് മീനിൽ പുരട്ടി വറുത്തെടുക്കാം. ഇനി നമ്മൾ ഇവിടെ ആ മീൻ വറുത്തതും കൂട്ടി ചോറുണ്ണാൻ പോവാണ്. ഞാനിപ്പോൾ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മീനും എടുക്കും. ഈ എണ്ണയൊക്കെ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ മീൻ വറുക്കുന്ന ചട്ടി ഉണ്ടല്ലോ, ചട്ടിയിലിട്ട് ചോറിട്ട് ഇങ്ങനെ പുരട്ടി തിന്നും. അതിനൊക്കെ അടിയൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട് ഒരുപാട്.
എൻ്റെ ഇത്തത്തമാരെല്ലാം കൂടെ ഇത്തത്ത 2 ഇത്തത്തമാരുണ്ട്. അവരെന്തെടുക്കും അറിയാം, ചട്ടിയിലിട്ട് ഇങ്ങനെ പെരട്ടും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോരുള്ള തരും. എനിക്കും എൻ്റെ ആങ്ങളയ്ക്കും ഒക്കെ തരും. ഇത് നല്ല കുറുക്കി വറ്റിച്ച് വെച്ചിരിക്കുന്ന നല്ല മീൻ കറിയുണ്ട്. അതും ഈ മീൻ വറുത്തതും കൂടി നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. ഈ മീൻ കറിയുടെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കാണണം പോയേ. എന്നിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുരുമുളകും ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ഒരു മുളക് കറിയാണ്. ഒന്ന് നോക്കണം, എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ദേ നോക്കിക്കേ, ആ മീൻ വറുത്ത എണ്ണയും കൂടെ ഞാനൊരു ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മീൻ വറുത്തത്. പിന്നെ കൊളസ്ട്രോൾ ഇപ്പോൾ ഇല്ല, ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ദേ മീൻ ഇങ്ങനെ, നിങ്ങൾക്ക് മീൻ മൂപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു മൂപ്പ് പാവം മതി. അതുപോലെ നിർബന്ധമായിട്ടും മീൻ പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം വറുക്കാൻ. അല്ലാതെ ഞാൻ കാണിച്ച പോലെ ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.